കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരവിലക്ക് ലംഘിച്ച് SFI പ്രതിഷേധം. കനത്ത പോലീസ് വിന്യാസത്തിലാണ് സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധത്തിനും സമരങ്ങൾക്കുമൊക്കെ വിലക്കുണ്ടായിരുന്നു. ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ് ചേരുന്നത്. സമീർ, ഈ ഒരു വിലക്ക് ലംഘിച്ചാണല്ലോ ഇപ്പോൾ ഈ പ്രതിഷേധം അവിടെ നടക്കുന്നത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, ഈ പോലീസിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFIയുടെ സമരം നടക്കുന്നത് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപത്തെ സമരം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നിലവിൽ സംഘർഷാവസ്ഥയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. ഈ SFI നേതാക്കൾ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം SFI നടത്തിയ സമരത്തിൽ 10 SFI പ്രവർത്തകരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് ഈ സമരവുമായി ബന്ധപ്പെട്ട് സമര നേതാക്കൾക്ക് സംഘടനകൾക്ക് നോട്ടീസും നൽകിയിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 200 മീറ്റർ പരിസരത്ത് സമരത്തിന് വിലക്കുണ്ട് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ലംഘിച്ചുകൊണ്ട് സമരം നടത്തി കഴിഞ്ഞാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI സമരവുമായി എത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിന് മുൻപിൽ നിന്നും പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ VCയുടെ ഓഫീസ് നിലകൊള്ളുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകരെ നേതാക്കൾ അഭിസംബോധന ചെയ്യുകയാണ്. ഈ സസ്പെൻഷൻ ചെയ്തു കഴിഞ്ഞാലൊന്നും തന്നെ SFI ഒരു തരത്തിലും ഒതുങ്ങി പോവുകയില്ല. കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ട് കൂടുതൽ ശക്തരായി സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് SFI നേതാക്കൾ വ്യക്തമാക്കുന്നത്. വലിയ പോലീസ് സന്നാഹമാണ് SFI സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. 2 ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, താനൂർ, കൊണ്ടോട്ടി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 185 പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒന്നടങ്കം പോലീസ് നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പോലീസ് വളയത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഈ സമരത്തെ പോലീസ് നേരിടുന്നത്. പ്രവർത്തകർ വളരെ ശാന്തമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ എത്തി ഇപ്പോൾ നേതാക്കൾ അഭിസംബോധന ചെയ്ത് ഇപ്പോൾ തന്നെ സമരം അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സംഘർഷാവസ്ഥയോ മറ്റു പ്രശ്നങ്ങളോ വാക്കേറ്റമൊന്നും തന്നെ പോലീസുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വൈസ് ചാൻസലർക്കെതിരെ നടത്തിയ സമരം, പ്രത്യേകിച്ച് ഈ ചാൻസലർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് SFI കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇതിൽ VCയുടെ ഓഫീസിലേക്ക് അടക്കം കയറിക്കൊണ്ട് പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 10ഓളം വരുന്ന SFI പ്രവർത്തകരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഈ നിലവിൽ യൂണിവേഴ്സിറ്റിയിലെ സമരത്തിനുള്ള നിരോധനം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെയുമാണ് ഇപ്പോൾ SFI ഈ നിരോധനം ലംഘിച്ചുകൊണ്ട് സമരവുമായി എത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ഒരു നിരോധനം ലംഘിച്ചുകൊണ്ട് SFIയുടെ പ്രതിഷേധം അവിടെ പുരോഗമിക്കുകയാണ്. എന്നാൽ പ്രകോപനമൊന്നുമില്ലാതെ ശാന്തമായാണ് ആ പ്രതിഷേധം പുരോഗമിക്കുന്നത്. കനത്ത പോലീസ് വലയത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സമീറാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.